സഹോദരന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിൽ. 22-ാം വാർഡായ പൂക്കോടാണ് LDF-ന് വേണ്ടി ജ്യേഷ്ഠനും UDF-ന് വേണ്ടി അനുജനും പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ അകൽച്ചയിൽ തന്നെ തൽക്കാലം അന്തർധാരകളൊന്നുമില്ല. കണ്ണൂർ കൂത്തുപറമ്പിലുണ്ടൊരു സന്ദേശം റീക്രിയേറ്റ് ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് പോര്. ഏട്ടന്റെ റാന്തലും അനിയന്റെ പട്ടവും തമ്മിലാണ് പോരാട്ടം. കുടുംബത്തിനകത്ത് സാഹോദര്യത്തിന്റെ റാന്തൽ വെട്ടമുണ്ടെങ്കിലും പുറത്ത് തിരഞ്ഞെടുപ്പ് കഴിയും വരെ ബന്ധമൊക്കെ പട്ടം പോലെ ദൂരെ പറന്ന് മാറി നിൽക്കും. കൂത്തുപറമ്പ് നഗരസഭയിലെ പൂക്കോട് വാർഡിലാണ് LDF-നും UDF-നും വേണ്ടി സഹോദരങ്ങൾ പോരിനിറങ്ങിയിരിക്കുന്നത്. LDF-ന് വേണ്ടി RJD നേതാവും മാധ്യമപ്രവർത്തകനുമായ N ധനഞ്ജയനാണ് കളത്തിൽ. RJD കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ ധനഞ്ജയൻ റാന്തൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. LDF-ന്റെ സിറ്റിംഗ് വാർഡിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ധനഞ്ജയൻ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ശക്തിദുർഗമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചു വരും. വലിയൊരു വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സഹോദരൻ N ബാലകൃഷ്ണൻ നാഷണൽ ജനതാദൾ സ്ഥാനാർത്ഥിയായാണ് UDF-നായി മത്സരിക്കുന്നത്. നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബാലകൃഷ്ണന്റെ ചിഹ്നം പട്ടമാണ്. വാർഡ് പിടിച്ചെടുക്കാമെന്നാണ് ആത്മവിശ്വാസം. ഈ വാർഡ് ഇതുവരെ LDF-ന്റെ കൈകളിലുള്ളതാണ്. ഈ പ്രാവശ്യം അത് UDF-ന്റെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ UDF ഈ വാർഡ് പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിൽ അടുത്തടുത്ത വീടുകളിലാണ് ഇരുവരും താമസം. സഹോദരന്മാരുടെ നേർക്കുനേർ മത്സരം നടക്കുമ്പോൾ ബന്ധുക്കൾക്കും അല്പം ആശയക്കുഴപ്പം ഇല്ലാതില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.